السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون. ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. كلا إن كتاب الفجار لفي سجين. وما أدراك ما سجين. كتاب مرقوم. ويل يومئذ للمكذبين الذين يكذبون بيوم الدين.
وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون اللهم لا تجعلنا منهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم خمس بخمس ما نقض قوم العهد إلا سلط الله عليهم عدوه وما حكموا بغير ما أنزل الله إلا فشا فيهم الفقر وما ظهرت فيهم الفاحشة إلا فشا فيهم الموت ولا طففوا الكيل إلا منعوا النبات وأخذوا بالسنين ولا منعوا الزكاة إلا حبس عنهم القطر صدق محمد رسول الله صلى الله عليه وسلم സർവാഭരണീയരായ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നാട്ടിലെ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗത്തെ ശ്രദ്ധേയമായ സൂറകളിലൊരു സൂറ, കേവലം ഒഴുക്കൻ മട്ടിനുള്ള ശബ്ദമല്ല അത് എന്ന് ഈ സൂറയുടെ അവതരണം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും. വിശിഷ്യ നാളെയും മറ്റന്നാളും അതിനു പിറ്റേന്നും ഈ സദസ്സിൽ കേറി വരുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ആരുറപ്പുള്ള വചനങ്ങൾ, ഗൗരവമുള്ള വചനങ്ങൾ, ആ വചനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ പ്രസക്തമായ ഒരു അധ്യായമാണ് സൂറത്തുൽ മുത്തഫിഫീൻ. ഇന്നതിന്റെ തുടക്കം തുടങ്ങിവെക്കാനേ ആകൂ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ വിഷയത്തിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കും.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാനും കേൾക്കാനും, പടച്ചോനെ അതിലുപരി പറയലും കേൾക്കലും തുടങ്ങിയിട്ട് വയസ്സൊത്തിരി കഴിഞ്ഞുപോയി ഞങ്ങൾക്ക്. ഇനി വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഭൂമിലോകത്ത് ജീവിക്കാൻ കിട്ടുന്നത്, കിട്ടിയാൽ തന്നെ. അതുകൊണ്ട് പടച്ചവനെ, പറയുക കേൾക്കുക എന്നതിനപ്പുറത്ത് ജീവിതം തിരുത്തുക എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടെ ഈ വിഷയത്തെ സമീപിക്കാൻ പറയുന്ന എനിക്കും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ മുത്തഫിഫീൻ, ഈ സൂറയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ താക്കീദിന്റെ കലിമ കൊണ്ടാണ് ഈ സൂറ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ആ വയൽ എന്ന ഒരു ശബ്ദത്തെക്കുറിച്ച് മാത്രം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നടത്തിയ വ്യാഖ്യാനങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചാൽ ഇന്നത്തെ പ്രഭാഷണം അതുവഴി പോകും. നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരണമെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മുഴുവനും എടുത്തിട്ട് പ്രഭാഷണം നടത്തിയാലും ആ ശക്തമായ വാക്ക് ഉൾക്കൊള്ളുന്ന, ധ്വനിപ്പിക്കുന്ന ആശയ പ്രപഞ്ചത്തിന്റെ ഒരു അല്പം പോലും, അതിന്റെ സാരത്ത് പോലും എത്താൻ നമുക്ക് സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ ഉത്തമ ബോധ്യത്തോടുകൂടെ തന്നെയാണ് തുടങ്ങുന്നത്. 4 ദിവസമേ ഉള്ളൂ എന്ന ബോധവും ഉള്ളിലുള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ വാക്കുകളിൽ ആയത്തുകൾ മുഴുവൻ ടച്ച് ചെയ്യുകയും ആ ആയത്തുകളുടെ ചെറിയ ഒരു വ്യാഖ്യാനം നൽകുകയും ചെയ്യുക, അതാണ് ഭംഗി എന്ന് മനസ്സിലാക്കുകയാണ്. തുടക്കം വയൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ അല്ലാഹു തുടങ്ങിയ വേറെയും അധ്യായങ്ങളുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ചിലപ്പോൾ അധ്യായങ്ങളുടെ നടുക്ക് കയറി വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാറുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഇങ്ങനെ വിഷയങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച്, പ്രതിപാദ്യ വിഷയങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച് ഈ വയൽ എന്ന സ്വരം മാറ്റി മാറ്റി കേൾപ്പിക്കാറുണ്ട്, ആവർത്തിച്ച് കേൾപ്പിക്കാറുണ്ട്. ശബ്ദം ഒറ്റ ഒന്ന്, ആശയം പലയിടങ്ങളിലും പലതാകാം, ഒന്ന് തന്നെ ആവണമെന്നില്ല. കാരണം എന്തുകൊണ്ട്? വയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം വിശദീകരിച്ചു. ചില മുഫസ്സിറുകൾ പോയ വഴി, വയൽ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ നരകത്തിലെ ഒരു താഴ്വരയാണ്. ആ താഴ്വരയിൽ ഒരിക്കലും ഓർക്കാനും സഹിക്കാനും കഴിയാത്ത അദാബുകളാണുള്ളത്. ലോകം മുഴുക്കെ ഒരു സെക്കൻഡ് സമയം കൊണ്ട് കത്തിച്ചാമ്പലാക്കാൻ മാത്രം ചൂടും ശക്തിയുമുള്ള വയൽ എന്ന നരകം, നരകത്തിന്റെ ഒരു ഭാഗം. ഇങ്ങനെ വിശദീകരിച്ചവരുണ്ട്. 70 വർഷം അതിലേക്ക് എറിഞ്ഞ മനുഷ്യൻ താഴെയെത്താൻ പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം, എത്രമാത്രം കടുപ്പമുള്ളതാണത്, എത്രമാത്രം കടുപ്പമുള്ളതാണത് എന്ന് ഉൾക്കൊള്ളാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും അതിന്റെ ഗൗരവം ഊഹിക്കാവുന്നതെങ്കിലുമാണ്. എന്ത്? നമ്മുടെ ചിന്തക്ക് അപ്രാപ്യമാണ് അതിന്റെ ഗൗരവം എന്നുള്ളത്. അങ്ങനെയെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഏതായാലും ബഹുമാനപ്പെട്ട മുഫസ്സിറുകളിൽ ഒരു പക്ഷം ഇങ്ങനെ അർത്ഥം പറയുമ്പോൾ, അതാ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇതിനർത്ഥം കൊടുക്കുന്നു. വയൽ
എന്ന് പറഞ്ഞത് കലിമത്തുൻ തുദ്കറു ഇൻദ വുഖൂഇൽ ബലാ യുഖാലു വൈലുൻ ലക് വവൈലുൻ അലൈക് എന്ന് പറഞ്ഞാൽ ചുരുക്കി അതിന്റെ ആശയം മാത്രം പറയാം. ഒരാളെ ഞെട്ടിക്കാൻ ആവശ്യമായ കലിമത്താണ് വൈൽ എന്ന് പറയുന്ന കലിമത്ത്. ചിലർ അങ്ങനെ തന്നെ എഴുതി കലിമത്തു തഹ്ദീദ്, ഭീഷണിയുടെ ശബ്ദമാണ് വൈൽ എന്ന് പറഞ്ഞ കലിമത്ത്. കാരണം വൈൽ എന്ന് പറഞ്ഞതിന്റെ നേരെ അർത്ഥം എന്താണ്? ഭാഷാർത്ഥം നാശം, സങ്കടം, ഖേദം, പരാജയം എന്നൊക്കെയാണ് വൈൽ എന്ന ആ വാക്കിന്റെ നേരെ അർത്ഥതലം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നരകത്തിൽ ഒരു താഴ്വരയുടെ പേര് വയലുണ്ട്, ആ നിലക്ക് ആ താഴ്വര എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയാം. എന്ന് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒക്കെ ആദ്യമായി പറയുന്നത് ഭീഷണിപ്പെടുത്താൻ വേണ്ടി, മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കലിമത്താണ്, പദപ്രയോഗമാണ് വൈൽ എന്നത്. അപ്പോൾ എന്തായിരിക്കും അതിന്റെ അർത്ഥം? അപ്പോൾ എപ്പോഴാ പറഞ്ഞത്? എന്തിന്റെ പേരിലാ പറഞ്ഞത്? അതിനനുസരിച്ച് അതിന്റെ ഗൗരവം കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ അങ്ങ് പറയുമ്പോ ഖുർആൻ പ്രഖ്യാപിച്ച എല്ലാ വൈലും ഒരുപോലെയാവില്ല. വൈലുൽ ലിൽ മുത്തഫിഫീൻ, അവർക്ക് അല്ലാഹു വൈൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലെ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് വൈൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സൂറ ശ്രദ്ധിക്കാനിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾ വളരെ ചെറിയൊരു ശതമാനേ കച്ചവടക്കാരുള്ളൂ, ഈ കച്ചവടക്കാരല്ലാത്ത ഞങ്ങളോട് എന്തിനാ ഈ അധ്യായം ചർച്ച ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരുന്നുണ്ട്. മുത്തഫിഫീൻ എന്ന ആ ശബ്ദത്തിന്റെ ആശയ തലത്തിൽ ആരൊക്കെ കടന്നു വരും? ഈ ഇരിക്കുന്ന നിങ്ങൾക്കാർക്കും, ഈ സംസാരിക്കുന്ന എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത്. നമുക്ക് ബേജാറാകാതിരിക്കാൻ പറ്റുമോ? ആര്? സ്വഹാബത്തും താബിഈങ്ങളും താബിഉ താബിഈങ്ങളും വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ആലോചിക്കുന്നില്ല എന്ന് പറയാൻ ഒരു ന്യായവും മനുഷ്യനില്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരുന്നുണ്ട്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് കൊടുക്കുന്ന അതേ വൈല് തന്നെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് തീരെ വിശ്വസിക്കാത്തവന് കൊടുക്കേണ്ടത്? ആകൂല. കിതാബിൽ വിശ്വസിച്ചു, അവന്റെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്തും അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും ആ മനുഷ്യന് കൊടുക്കുന്ന വൈല് തന്നെയാണോ യഥാർത്ഥത്തിൽ അല്ലാഹു സ്വന്തം കിതാബുകളിൽ കൈകടത്തലുകൾ നടത്തിയിട്ട് സ്വന്തം കരങ്ങളെ കൊണ്ട് കിതാബുകളിൽ എഴുതി ചേർത്ത ജൂതനസാറാക്കൾക്ക് അല്ലാഹു കൊടുക്കേണ്ടത് ആ വൈലാണോ? മാറ്റം ഉണ്ടാവും. അവരൊക്കെ വയലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കരങ്ങൾ എഴുതി പിടിപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് വയലുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫവൈലുൽ ലഹും ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ കിതാബ് അംഗീകരിക്കുന്നവർ, അതിലൊരക്ഷരം പോലും കൂട്ടാൻ ധൈര്യമില്ലാത്തവർ, പക്ഷെ ആ കിതാബിലെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നിടത്ത് അല്ലറ ചില്ലറ പാകപ്പിഴവുകൾ കുടുങ്ങി അവരെ അല്ലാഹു അവർക്ക് വയല് നൽകും. ശക്തമായ സങ്കടവും ഖേദവും നാശവും അവർക്ക് കൊടുക്കും. ശിക്ഷയുണ്ട്. പക്ഷെ അത് കിതാബിൽ സ്വന്തം വകയായി എഴുതി ചേർക്കാൻ ധൈര്യം കാട്ടിയവരെ പോലെ ആകാൻ പറ്റുമോ? കിതാബിൽ കക്കാനും കൂട്ടാനും ഒക്കെ ധൈര്യമുള്ള ആളുകളുണ്ട്. അവരെ പോലെ ആക്കാൻ പറ്റുമോ? അപ്പോ അതിൽ ഏറ്റവ്യത്യാസങ്ങളുണ്ടാവും. ആ ഏറ്റവ്യത്യാസമാണ് ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം ചർച്ച ചെയ്യുന്നത്. വൈൽ എന്ന് പറഞ്ഞാൽ നാശം, നാശമായ നാശമെല്ലാം ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കുള്ളതാണ്. വൈലുൽ ലിൽ മുത്തഫിഫീൻ. അപ്പൊ ഓരോ വിഷയത്തിനനുസരിച്ചാണ്. അപ്പം മലയാളത്തിൽ ഇതിന് ഒരു ന്യായം, മലയാളത്തിൽ ഇതിന് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വൈൽ എന്ന പ്രയോഗം ഒരാളെ പേടിപ്പിക്കുമ്പോൾ അയാളോട് പറയാണ്, നിനക്ക് ഞാൻ കാണിച്ചു തരാം, നിനക്ക് ഞാൻ കാട്ടിത്തരാന്ന് പറഞ്ഞാൽ ആ കാട്ടിത്തര എന്ന ശബ്ദം ശ്രോതാവിനെ പേടിപ്പിക്കും. എപ്പോ?
ചിലപ്പോൾ എപ്പോഴും അല്ല. ആ പറഞ്ഞ ആളാരാ നോക്കണം, പറയപ്പെട്ട വ്യക്തി ആരാ നോക്കണം. അപ്പോഴേ ശ്രോതാവ് പേടിക്കുള്ളൂ. എണീക്കാൻ വയ്യാത്ത ഒരാൾ നമ്മളോട് പറയാണ്, ഏത് നല്ല ആരോഗ്യവും ചുറുചുറുക്കുള്ള നമ്മളോട് എണീക്കാൻ വയ്യാത്ത ഒരാൾ പറയാൻ നിനക്ക് ഞാൻ കാണിച്ചു തരാം, നമ്മൾ അവനെ കൊഞ്ഞനം കുത്തിച്ചിരിക്കും അല്ലേ? അതേ സമയത്തോ നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു ആര്? നാട്ടിലെ ഏറ്റവും വലിയൊരു പോക്കിരി. അയാൾ അങ്ങനെ പറഞ്ഞവരെ മുഴുവനും അയാൾ ഉപ്പുവച്ച കലം പോലെയാക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ നമ്മളോട് പറഞ്ഞാലോ നമുക്ക് വയറിളകും. രണ്ടാളും പറഞ്ഞത് ഒറ്റ കലിമത്താ, നിനക്ക് ഞാൻ കാട്ടിത്തരാം. ശബ്ദത്തിൽ വ്യത്യാസമല്ല, പക്ഷെ ആശയത്തിൽ വ്യത്യാസമുണ്ട്. ഒറ്റ ശബ്ദത്തിന് രണ്ട് പ്രതിഫലനമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കിടാകിടയിലുള്ള ഒരാൾ അവൻ നമ്മോട് പറഞ്ഞു, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു കൂട്ടം നോക്കിക്കളയാൻ നമ്മുടെ മനസ്സ് പറയും അല്ലേ? അതപ്പോ അതിനൊക്കെ ഓരോന്നിനും ഓരോ ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എന്തിന്റെ പേരിൽ പറഞ്ഞു, അപ്പൊ അതിനനുസരിച്ച് ഗൗരവം കൂടും. വലിയ ഒരാൾ പറഞ്ഞാൽ തന്നെ എന്തിന്റെ പേരിൽ പറഞ്ഞു അതിനനുസരിച്ച് ഗൗരവം കൂടും. അയാളുടെ പോക്കറ്റിലുള്ള ഒരു പേന എടുത്തതിന്റെ പേരിലാ പറഞ്ഞതെങ്കിൽ നമ്മൾ അത്ര തന്നെ കാര്യമാക്കൂല. നേരെ മറിച്ച് അയാളുടെ കുഞ്ഞിനെ പിടിച്ച് നമ്മൾ കൊന്നുകളഞ്ഞു, അതിന്റെ പേരിലാ നമ്മളോട് പറഞ്ഞതെങ്കിൽ അത് ഗൗരവത്തിലെടുക്കും. എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരിൽ പറഞ്ഞു, അപ്പോൾ ഒരേ ശബ്ദം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ആര് ആരോട് പറയുന്നു എന്നതിനനുസരിച്ച് ഏറ്റ വ്യത്യാസം ഉണ്ടാകും. ഏത് വിഷയത്തിന്റെ പേരിൽ പറയുന്നു എന്നതിനനുസരിച്ച് ഏറ്റ വ്യത്യാസമുണ്ടാകും. അവിടെയാണ് ഇന്ന ബതുശ റബ്ബിക ലശദീദ് എന്ന് പരിചയപ്പെടുത്തിയ പടച്ച റബ്ബ് പറഞ്ഞാൽ വിറക്കാത്ത മുഅ്മിനില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ശിക്ഷയുടെ കാഠിന്യം അറിയുന്ന ഒരു മുസ്ലിം അല്ലാഹു നമ്മളോട് പറയാൻ എന്നെ ഞാൻ കാണുന്നുണ്ട് ട്ടോ എന്ന് പറഞ്ഞാലേ വിറക്കാത്ത ഒരു വിശ്വാസിയില്ല. ഈമാനുണ്ടെങ്കിൽ ബേജാറുണ്ടാകും. അതുകൊണ്ടല്ലേ ഈ ആയത്തോതിയപ്പോ പൊട്ടിക്കരഞ്ഞവര് ഞാൻ പറയാൻ പോകുന്നത്. ഈ ആയത്തോതിയതിന് കരഞ്ഞു. നമ്മൾ എത്ര കാലായി ഓതാൻ തുടങ്ങിയിട്ട്, എത്ര കാലായി കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് വരെ കരഞ്ഞു. എന്നാ കരഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കരഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഒരൊറ്റ ആയത്ത് കേട്ടതിന്റെ പേരിലാണ് കരഞ്ഞത്, അല്ലെങ്കിൽ അത് ഓതിയതിന്റെ പേരിലാ കരഞ്ഞത്. ശേഷം ഇതാ ഇവിടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറയാം. എന്നാൽ നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കാണ് നാശമായ നാശമല്ല. അവരുടെ കഥ കണ്ടവരില്ല, അവരുടെ ദുഃഖം കണ്ടവരില്ല. അത്രയും പരാജിതരാണ് അവരെന്നർത്ഥം. വൈലുൽ ലിൽ മുത്തഫിഫീൻ, ആരാണ് ഇവർ? അല്ലദീന ഇദക്താലൂ അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടളന്നെടുക്കുന്ന സമയത്ത്, ഇങ്ങോട്ടളന്നെടുക്കുമ്പോൾ യസ്തൗഫൂൻ, പൂർണ്ണമായി അളന്നെടുക്കും. അതേസമയം വഇദാ കാലൂഹും ഔ വസനൂഹും, ഇവര് അങ്ങോട്ടളന്നു കൊടുക്കുകയാണെങ്കിൽ, അങ്ങോട്ട് തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ, യുഹ്സിറൂൻ, ആ അളവിലും തൂക്കത്തിലും അവർ കുറവ് വരുത്തും. ഇവരാണ് മുത്തഫിഫീൻ. അതിന്റെ വിശദീകരണമാണ് എന്നർത്ഥം അടുത്ത ആയത്ത്. അല്ലദീന ഇദക്താലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഹ്സിറൂൻ അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. അലാ യظുന്നു ഉലൈക. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ ചോദ്യം ഇത് പറഞ്ഞിട്ടല്ല പറയാണ്. അപ്പൊ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കാണ് നാശമായ നാശമല്ല എന്ന് പറഞ്ഞിട്ടല്ല ചോദിക്കാണ്. അലാ യظുന്നു ഉലൈക, ഈ പറഞ്ഞ ടീം ഇവർക്കൊരു ധാരണ പോലുമില്ലേ? ഇവർ ധരിക്കുന്നില്ലേ അന്നഹും മബ്ഊസൂൻ, അവര്
നാളെ പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന ധാരണ അവർക്കില്ലേ? ലിയൗമിൻ അദീം, മഹത്തായ ഒരു നാളിലേക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന ബോധമില്ലേ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരായ ലോകരൊക്കെ ലോകരക്ഷിതാവായ റബ്ബിന്റെ തീരുമാനത്തിന് വേണ്ടി, അവന്റെ വിധിപ്രഖ്യാപനത്തിന് വേണ്ടി അതാ എഴുന്നു നിൽക്കുന്ന നാളില്, ആ മഹാദിവസത്തിന് വേണ്ടി അവരും എഴുന്നു നിൽക്കേണ്ടി വരുമെന്ന ബോധം ഇവർക്കില്ലേ? അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ഭാഗമാണ്. ഇത് പറഞ്ഞാൽ തന്നെ നമുക്ക് എവിടെ എത്തിക്കാൻ കഴിയില്ല. വൈലുൽ ലിൽ മുത്തഫിഫീൻ. ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ടത് എന്താണ് ഈ മുത്തഫിഫീൻ? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ അതതിന്റെ പ്രഥമാർത്ഥമാണ്. അതതിന്റെ പ്രഥമാർത്ഥമാണ്. പണ്ഡിതന്മാർ മുഴുവനും വിശദീകരിച്ചു. ആ അർത്ഥം പറയാത്ത ഒരൊറ്റ പണ്ഡിതനുമില്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് കടന്നു വരുമ്പം അന്നവിടെ കാണുന്നത് എന്താണെന്നറിയോ? വകാന അഹ്ലുഹാ മിൻ അഖ്ബസിന്നാസി കൈലാ. മദീനക്കാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് ഹിജ്റ വന്നതാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ അവർ അന്തസ്സോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. ഹിജ്റ വന്ന് മദീനയിലെത്തുമ്പോ റസൂലുള്ള കാണുന്നത് എന്താ? മദീനക്കാര് മുഴുവനും അളവിലും തൂക്കത്തിലും മഹാവഞ്ചകരാണ്. അത് മദീനയുടെ ഒരു ശാപായിരുന്നു അന്ന്. എന്ന് ലോകത്തിനും നീതി പഠിപ്പിക്കാൻ വരുന്ന വലിയ മനുഷ്യന്റെ പുണ്യപാദസ്പർശനമേൽക്കുന്നതിന്റെ മുമ്പ്. അതിന്റെ ശേഷമുള്ള കഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ കടന്നു വന്നു. ഈ സൂറത്ത് മദീനയിൽ വെച്ച് അവതരിച്ചു. അതോടുകൂടെ അവരുടെ അളവും തൂക്കവും കറക്റ്റായി മാറി. ഫഅഹ്സനുൽ കൈല. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വരുമ്പോൾ മദീനക്കാരുടെ മൊത്തം സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുമ്പോ ഒരുപാട് കള്ളന്മാർക്കിടയിൽ ആരുണ്ടാകും? ഒരു പെരുങ്കള്ളൻ ഉണ്ടാവുമല്ലോ. ഏത് നാട്ടിലും ഉണ്ടാവുമല്ലോ. ഒരുപാട് കള്ളന്മാരുണ്ടാകുമ്പോൾ അവരെ ഒക്കെ വിറ്റ് കാശാക്കാൻ പറ്റുന്നൊരു കള്ളൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു കള്ളൻ മദീനത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു അബൂ ജുഹൈന എന്ന് പറയുന്നത്. അയാളുടെ പേരായിരുന്നു. അയാൾക്ക് 2 അളവ് പാത്രമായിരുന്നു അത്രേ. മഅഹു സഅാനി, 2 അളവ് പാത്രമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത്. യകീലു ബി അഹദിഹിമാ വയക്താലു ബിൽ ആഖർ. ചരക്കുകൾ അങ്ങോട്ട് അളന്നു കൊടുക്കുകയാണെങ്കിൽ ഒരു അളവ് പാത്രം കൊണ്ട് അളക്കും, ഇങ്ങോട്ടെടുക്കുകയാണെങ്കിൽ വേറൊരു അളവ് പാത്രം കൊണ്ടും അളക്കും എന്ന് പറഞ്ഞാൽ അത്രയും വ്യക്തമായ തട്ടിപ്പുള്ള ഒരാളാണ്. അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഇങ്ങോട്ട് എടുക്കുമ്പോഴും 2 അളവ് പാത്രം. അപ്പൊ ശരിക്ക് തൂക്കത്തിൽ ഏറ്റ വ്യത്യാസം കാണിക്കുന്ന പാത്രമാണ് എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങോട്ട് എടുക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നതാണ് ഇയാളുടെ അളവ് പാത്രം വലിപ്പം കൂടുതലാ, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ചെറുതുവാ. ഈ രൂപത്തിലാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അബൂ ജുഹൈനയെ സയ്യിദുനാ റസൂലുള്ളാഹി അതാ കയറി ചെന്നിട്ട് വഅദ് പറയുന്നു. അബൂ ജുഹൈന അടക്കമുള്ള മദീനക്കാരോട് വഅദ് പറയുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വകാന അഹ്ലുൽ മദീനത്തി തുജാറൻ യുതഫിഫൂൻ. അളവും തൂക്കവും കൃത്യമായി കാണിക്കാത്ത കച്ചവടക്കാരായിരുന്നു മദീനത്തുള്ളത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിനെ ഈ സൂറത്തിറങ്ങി. ഇവിടെ തിരുത്തേണ്ടത് ആദ്യം ഈ തിന്മയാണ്. അതുകൊണ്ട് മദീനത്തെത്തിയപ്പോൾ ആദ്യം വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖതാലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഫ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം
യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ഈ സൂറത്ത് ആദ്യമായിട്ട് ഇറങ്ങി. സൂറത്തിന്റെ ബാക്കി ഭാഗവും കൂടെ വരുമ്പോഴേ അതിന്റെ കടുപ്പം ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെയാണ് ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുക. ഇന്ന് വിഷയത്തിന്റെ മർമ്മമുണ്ട്, പക്ഷേ നമ്മളെ മനസ്സിനെ ശരിക്കും മാറ്റുന്ന ഘടകങ്ങൾ നാളെയാണ് എത്തുന്നത്. ആ ഭാഗം വായിച്ചിട്ട് ഒരാൾ മാറാതിരിക്കൂല. അള്ളാന്റെ ഹബീബ് ഈ സൂറത്തിറങ്ങിയപ്പോ വേഗം മദീനക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് ഫഖറഅഹാ അലൈഹിം, അള്ളാഹുവിന്റെ ഹബീബ് ഭംഗിയായിട്ട് ഈ സൂറ അവർക്ക് ഓതിക്കൊടുത്തു. അവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് കേൾക്കുകയാണ്. കാരണം ചെവിമുളച്ചിട്ട് ഇങ്ങനെ ഒരു നീതിയുടെ ശബ്ദം മദീനക്കാര്, അവർക്കിത് പുത്തരിയാണ്. ഒരാൾക്കും അവർക്കിടയിൽ പറയാൻ ധൈര്യം വന്നിട്ടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇതുമാത്രമല്ല, മുഅ്മിനീങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഖംസും ബിഖംസ്, 5 കാര്യങ്ങളുണ്ടായാൽ 5 കാര്യം നിർബന്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഖംസും ബിഖംസ്, 5 കാര്യങ്ങൾ 5 കാര്യങ്ങൾക്ക് പകരമാണെന്ന് ഓർത്തോളാം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്തൊക്കെയാ നബിയെ? മാ നഖള ഖൗമുനിൽ അഹ്ദ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവഹും. നല്ല ഭാഗമാണ്. ഇത് മാത്രം വിശദീകരിച്ചാൽ നമുക്ക് ഇന്നത്തെ വയല് അതിലങ്ങോട്ട് പോകും. പക്ഷെ ഞാനതിന്റെ അർത്ഥം മാത്രം പറയുന്നുള്ളൂ, കാരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച ചെയ്യാനുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞു, കരാറ് ലംഘിക്കുന്ന ഒരു സമൂഹം എവിടെയുണ്ടോ ആ കരാറ് ലംഘിക്കുന്ന സമൂഹത്തിന് അവരുടെ ശത്രുവിനെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കും അല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനോട് വാങ്ങിയ കരാറാണ് അല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിനോട് വാങ്ങിയ കരാറാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയോട് വാങ്ങിയ കരാറാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദുർ റസൂലുള്ളാഹിയും എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ ഈ 2 മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യത്തിൽ എവിടെയെങ്കിലും വെള്ളം ചേർത്തു പോയാൽ അത് കരാറിനത്തിന്റെ ഭാഗമാണ്. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ നടത്തുന്ന കരാറുകൾ ലംഘിക്കുക, ഇന്നതിന്റെ ദിവസം ചെയ്തു തരാന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക, അങ്ങനെ നിരന്തരമായി പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഒരു കാലഘട്ടം വരുന്നാൽ ഉറപ്പ് ആ വ്യക്തികൾക്കുള്ള അദാബ് അവരുടെ ശത്രുക്കളെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കലായിരിക്കും. പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് ഇന്ന് ലോകത്ത് തീരെ ഇല്ലാത്തൊരു സംഗതിയാണ്. അതിലേക്ക് നമ്മൾ കടന്നാൽ എല്ലാം നമുക്കങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു സുഖവും ഏത് കക്ഷി വന്ന് ഭരിച്ചാലും ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താണ് ഇതിന്റെ കാരണം? പറഞ്ഞ വാക്കൊരൊറ്റ കുട്ടിയും പാലിക്കാറില്ല എന്നുള്ളതാ. പ്രകടന പത്രിക ആദ്യം തന്നെ രംഗത്തിറക്കുമ്പോ എല്ലാവരുടെയും മനസ്സിലുള്ളത് ഒറ്റ ആശയം. ഇതൊക്കെ തൊള്ളച്ചുറുക്കിന് പറയാനുള്ളത്, എഴുതാനുള്ളത്, പ്രവർത്തിക്കാനുള്ളത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, കസേരയിലെത്തിയാൽ എന്താ വേണ്ടത്. അപ്പൊ ശരിക്ക് കരാർ എന്നും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടാന്തരം കയറി വന്നിട്ട് എന്തെല്ലാം സുന്ദര സുമോഹന വാഗ്ദാനങ്ങളാ നൽകിയത്. ഏതെങ്കിലും ഒന്ന് പാലിക്കപ്പെട്ടോ? വമാ ഹകമു ബിഗൈരി മാ അൻസലല്ലാഹു ഇല്ലാ ഫശാ ഫീഹിമുൽ ഫഖർ. അല്ലാഹു ഇറക്കിയതായ സത്യസന്ദേശം അല്ലേ? ഏതൊരു വിഷയത്തിലും ഫത്വ പറയുമ്പോ അവിടെ അല്ലാഹു തീരുമാനിച്ച ഒരു സത്യമുണ്ട്. അതുപോലെ തന്നെ ആ സത്യത്തിനെതിരായ കുറെ അസത്യങ്ങളുമുണ്ട്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന സത്യമല്ലാതെ എപ്പോഴാണോ പണ്ഡിതന്മാര് അതുകൊണ്ട് വിധിക്കുന്നത്, ഫത്വ കൊടുക്കുന്നത്, നാട്ടിലെ കാരണവന്മാര് പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത്, ഇല്ലാ ഫശാ ഫീഹിമുൽ ഫഖർ, ആ സമുദായത്തെ ദാരിദ്ര്യം വിട്ടൊഴിയൂല. ദാരിദ്ര്യം ആ സമൂഹത്തിൽ വ്യാപകമായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന് ലോകത്ത് സത്യത്തിന് വല്ല വിലയുണ്ടോ? അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഒരിക്കലും നമ്മളിൽ നിന്ന് ദൂരപ്പെടില്ല, എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. ഇത് പറയുമ്പോൾ പലരും ചോദിക്കാം, പഴയ കാലത്തേക്കാൾ സമൃദ്ധിയല്ലെന്ന് ചോദിക്കുന്നവരുണ്ടാവും. എന്ത് ഫഖ്റ എന്നുള്ളത് എന്ന് ചോദിക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കാശുണ്ടാവല. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ തെറ്റ് കുടുങ്ങിയത്.
ലൈസൽ ഗിന അൻ കസറത്തിൽ അറൽ വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ് എന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ ആ സന്ദേശത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വന്നാൽ പിന്നെ നമ്മൾ ഇത് പറയൂല. അല്ലേ? കുറെ കാശുണ്ടാകലല്ല, കുറെ തേങ്ങ വലിക്കാനുണ്ടാവലല്ല, കുറെ റബ്ബർ വെട്ടാനുണ്ടാവലല്ല, കുറെ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാവലല്ല, ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടാകലല്ല. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമൃദ്ധി എന്ന് പറഞ്ഞാൽ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, വസ്തുവകകളുടെ പെരുപ്പമല്ല, മറിച്ച് വലാകിന്നൽ ഗിനാ, മറിച്ച് സമൃദ്ധി ഗിനൻ നഫ്സ്, മനസ്സിന്റെ സമൃദ്ധിയാണ് സമൃദ്ധി. മനസ്സിന്റെ സന്തോഷമാണ് സമൃദ്ധി. മനസ്സ് സമൃദ്ധാണോ അവനാണ് സമൃദ്ധൻ, അല്ലാത്തവൻ ഫഖീറാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ദുബൈയിൽ നിന്നൊരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിനൊരു മാസത്തില് 2 ലക്ഷം രൂപയിലധികം വരുമാനമുണ്ട്. ആ സഹോദരൻ ലാഭമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എടുത്തുന്നുണ്ട്, അദ്ദേഹത്തിന് എടുത്തു വെക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണം, ഒരു സമാധാനമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്ത് സമാധാനക്കുറവാണ്? ഇത് ഞാൻ അദ്ദേഹത്തോട് ഒറ്റയടിക്ക് ചോദിച്ചു പോയതാ. സത്യത്തിൽ ഈ ഹദീസ് ആലോചിച്ചിരുന്നെങ്കിൽ അത് ചോദിക്കൂലായിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ സുന്ദരമായ വചനം. ഒരു സമാധാനമില്ല ഉസ്താദ്. കാരണം എന്താ? എന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും. കാശെത്ര കിട്ടിയിട്ടെന്ത്? മനസ്സിന് സമാധാനമില്ലെങ്കിൽ ഒരു സുഖവുമില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. വാപ്പ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോഴേക്ക് ഉമ്മ പോരുമ്പോഴേക്ക് ഭാര്യ പോരുമ്പോഴേക്ക് മക്കൾ. അത് ഓരോരുത്തരും ഓരോ കിടപ്പിന് 1, 2, 3, 4 ലക്ഷം അത് ഇട്ടിച്ചു തള്ളന്നെ. ഏതായാലും ഹോസ്പിറ്റലിൽ വിട്ടിട്ടുള്ള ഒരു ജീവിതം ഒരു 20 കൊല്ലത്തിനിടയിൽ എനിക്ക് പറയാനില്ല. കുറെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതില്ലാതിരിക്കാന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ബഹുമാനപ്പെട്ട കോയ ഉസ്താദ്, മർഹൂം കോയ ഉസ്താദ്, പെരുമുഖം കോയ ഉസ്താദ്, അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. പ്രഭാഷണ വേദിയിൽ നിറഞ്ഞു നിൽക്കുകയും തിളങ്ങി നിൽക്കുകയും ചെയ്തിരുന്ന ഒരു മഹാനായിരുന്നു. വാക്കും പ്രവൃത്തിയും പൊരുത്തമുള്ള ഒരു ആലിമായിരുന്നു. ബഹുമാനപ്പെട്ടവരൊരിക്കൽ പറഞ്ഞു, പാവപ്പെട്ട മദ്രസ മുഅല്ലിമീങ്ങൾ ചെറിയ ശമ്പളം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. കാരണം ഇത്തരം ചെലവുകൾ അള്ളാഹു കുറച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അത് ചെറിയ സമാധാനമല്ല. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിന് സമാധാനക്കുറവ് തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. കോടികൾ വരുമാനം ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു തആല ഒരു വഴിക്കൊരു തുരങ്കാണ്ട് വെച്ചാൽ ഒലിച്ചങ്ങോട്ട് പോകും. കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല, കിടന്നുറങ്ങാൻ സുഖം ഉണ്ടാവില്ല. അപ്പോ ഈ സമൃദ്ധി ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണെന്ന് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിയണം. അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറയാണ്, വമാ ലഹറതു ഫീഹിമുൽ ഫാഹിഷ, മനുഷ്യരിൽ വൃത്തികേടുകൾ വ്യാപകമാകുകയില്ല. എവിടെ നോക്കിയാലും വൃത്തികേടുകൾ കാണാൻ തുടങ്ങിയോ, ഇല്ലാ ഫശാ ഫീഹിമുൽ മൗത്ത്, അവരിൽ പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഇങ്ങനെ നോക്കിയാൽ വൃത്തികേടല്ലാത്ത വല്ലതും ഉണ്ടോ? ഇളം തലമുറ തൊട്ടിട്ട് വയസ്സ് ചെന്ന് കൂണ് നടക്കുന്ന വല്ലിപ്പയടക്കം അല്ലേ, വൃത്തികേടുകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ? ഇളം തലമുറയിലുള്ള ചെറിയ ഒരു പയ്യൻ, ആ പയ്യന്റെ കയ്യിലുള്ളത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്യാമറ മൊബൈലാണ്. ആ ക്യാമറ മൊബൈൽ നിങ്ങളതിന്റെ ഗാലറിയിൽ പോയൊന്ന് പരിശോധിച്ചു നോക്കിയാല് ഒരിക്കലും ഒരു വിശ്വാസിക്ക് കണ്ടുകൂടാനാവാത്തത് അവന്റെ ഫോൺ മെമ്മറിയിൽ നിറഞ്ഞു കിടക്കുകയാണ്. അവിടുന്ന് തുടങ്ങാൻ ആർക്ക് കണ്ണട വെച്ച് കുത്തിപ്പിടിച്ച് നടക്കുന്ന വല്ലിമ്മയും വല്ലിപ്പയും അടക്കം ഈ ടെലിവിഷനുകളിലെ അശ്ലീലങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാതിരിക്കാം അല്ലേ? വല്ലിമ്മയടക്കം, വല്ലിമ്മാന്റെ കയ്യിലാണ് ഇന്ന് റിമോട്ട് കൺട്രോൾ ഉള്ളത്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ വീട്ടിലിത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മാമയാണ്. വമാ ലഹറത്തിൽ ഫാഹിശതു ഫീഹിം ഇല്ലാ ഫശാ ഫീഹിമുൽ മൗത്ത്. ഇതാ എന്നും മരണങ്ങളുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള മരണങ്ങൾ,
സമൂഹത്തിന് മഹാദുരന്തമായി മാറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാഹിഷത്ത് കയറി വന്നു എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ സമൂഹത്തിലേക്ക് ചേക്കേറി എന്ന് പറഞ്ഞത് എത്ര ഗൗരവത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ചെറിയ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ സ്കൂളിലെ സാറ് പിടിക്കാം. സ്കൂളിലെ സാറ് പിടിക്കാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ സാറ് കയ്യോടെ പിടികൂടി. കുട്ടി മൊബൈലിൽ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ പിടിച്ചു. മൊബൈൽ കൊണ്ടുവരാൻ തന്നെ പാടില്ല. കണ്ടപ്പോൾ മൊബൈൽ കയ്യോടെ പിടികൂടിയപ്പോൾ ക്യാമറ മൊബൈലാണ് എടുത്തു. അപ്പൊ തന്റെ സുഹൃത്തിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ചിത്രം അതങ്ങനെ തന്നെ അപ്പാടങ്ങോട്ട് പിടിച്ചപ്പോൾ ഒരു മുണ്ട് മാത്രം ഉടുത്ത് കുളിക്കുന്ന ഒരു പെണ്ണ്, ഒരു മുണ്ട് മാത്രം ഉടുത്ത് കുളിക്കുന്ന ഒരു പെണ്ണിന്റെ ചിത്രം. സാറ് എന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയ സാറ് പോലും ഇതിലേക്ക് നോക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഈ കുട്ടി തന്റെ സുഹൃത്തിന് സഹപാഠിക്ക് കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോ ഇതാണ്. ചോദിച്ചു, എവിടെന്നാ മോനെ നിനക്കത്, ആരാണിത് എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞു, അതെന്റെ ഉമ്മയാ. നിന്റെ ഉമ്മയോ? എങ്ങനെയാ ഉമ്മായുടെ ഫോട്ടോ ഇതിൽ കയറിയത്? ഉമ്മ കുളിപ്പുരയിൽ കുളിക്കുമ്പോ ഉമ്മാനെ അറിയാതെ പതുക്കെ ഞാൻ ക്യാമറയിൽ പകർത്തിയതാണ്. ഉമ്മ കുളിറൂമിൽ കുളിച്ചുകൊണ്ടിരിക്കും, ഉമ്മ കഥ പോലും അറിയില്ല. എന്നാ ഈ ചെറിയ ഇളം പ്രായത്തിൽ നിന്റെ കയ്യിൽ എവിടുന്നാ മോനെ ഈ ക്യാമറ മൊബൈൽ കിട്ടിയതെന്ന് ചോദിച്ചപ്പോ അതിന്റെ മറുപടി കേട്ടപ്പോഴാണ് സാറ് പറഞ്ഞത്, കിട്ടേണ്ടത് കിട്ടിയതാണ്. എന്തേ? കഴിഞ്ഞ കൊല്ലം 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് നല്ല മാർക്കോടെ പാസ്സായപ്പോ ഉമ്മ അതിന് പ്രസന്റേഷനായിട്ട് വാങ്ങിത്തന്നതാണ്. അതിന് സമ്മാനമായിട്ട് ഉമ്മ വാങ്ങിക്കൊടുത്തതാണ് ഈ കുട്ടിയെ ദുഷിപ്പിക്കാൻ വേണ്ടത്. അതുകൊണ്ട് കുട്ടി ആദ്യം ചെയ്ത സേവനവും ഇതാ. അല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആലോചിക്കണം. ഉടുത്തതഴിയുന്നില്ലേ നിങ്ങൾക്കിത് കേട്ടിട്ട്? എത്ര ഗൗരവമുണ്ട് ഇത്. ലജ്ജയില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ. ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ എന്നാവിന്റെ അർത്ഥം. എന്താ വേണ്ടതെങ്കിൽ ചെയ്തോ. ഇതാണ് ഇന്നത്തെ ലോകത്ത് കാണുന്നത്. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും മുതലാളിമാരിലും സാധുക്കളിലും പണ്ഡിതന്മാരിലും പാമരന്മാരിലും എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? ഉളുപ്പില്ലായ്മ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ജീവിതത്തിന്റെ ഏതു ഭാഗത്തേക്ക് കയറി ചെന്നാലും അങ്ങനെയാ. എല്ലാ ഭാഗത്തും. എവിടെയാ നമുക്ക് ഈ കാര്യത്തിന് ശുദ്ധീകരിക്കാൻ പറ്റുന്നത്? ഏത് ഭാഗത്താണ് നമുക്ക് ഇതേക്കുറിച്ച് പറയാൻ പറ്റുന്നത്? സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോയൊരനുഭവം ഉണ്ടാകും. ഞെട്ടിപ്പോയൊരനുഭവം. ഉമ്മത്തിന് മാതൃകയാവേണ്ട ഒരാള്, അദ്ദേഹം എന്താ പരിപാടി എന്നറിയോ നിങ്ങൾ? അദ്ദേഹത്തിന്റെ മൊബൈലില് എല്ലാ രംഗങ്ങളും ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക. എല്ലാ രംഗങ്ങളും ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുക. അവിടെ ആ കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ഏകദേശം അയാളെ കണ്ടാൽ അയാൾ അവർക്ക് മാതൃകയാവേണ്ട ഒരാളാണ്. ഇയാൾ എന്നെ ക്യാമറാമാനാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ദുരന്തം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വമാ ലഹറത് ഫീഹിമുൽ ഫാഹിഷതു ഇല്ലാ ഫശാ ഫീഹിമുൽ മൗത്ത്. ആ ഭാഗത്തേക്ക് കടന്നാൽ ഫാഹിഷത്ത് എന്ന് പറഞ്ഞ ആ വൃത്തികേടുകളുടെ പട്ടിക തുടങ്ങി വെച്ചാൽ അത് അവസാനിക്കാൻ പോകുന്നില്ല. വ്യഭിചാരങ്ങൾ, അതുപോലെ തന്നെ അശ്ലീല ചിത്രങ്ങൾ, അശ്ലീല വായനകൾ, അശ്ലീല സാഹിത്യങ്ങള്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പറയേണ്ടി വരും. ആ ഭാഗത്തേക്ക് കടന്നാൽ സമയം ദീർഘിക്കുമെന്ന് ഭയന്നുകൊണ്ട് അങ്ങോട്ട് വരുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറയട്ടെ. വലാ ത്വഫഫുൽ കൈല ഇല്ലാ മുനിഉൻ നബാത വഖുദൂ ബിസ്സിരീൻ. എപ്പോഴാണോ അളവിൽ തൂക്കവും കുറവും വരുത്തുന്ന ഒരു വിഭാഗം മുത്തഫിഫീങ്ങളുടെ കടന്നുകയറ്റമുണ്ടാകുന്നത്, അള്ളാന്റെ റസൂല് പറഞ്ഞു, അന്ന് നിങ്ങൾക്ക് സർവ്വസമൃദ്ധികളും തടയപ്പെടും, വരുമാനങ്ങൾ കുറഞ്ഞു പോകും, തേങ്ങയും അടക്കയും കുറഞ്ഞു പോകും, റബ്ബറിന് വിലയിടിയും. അങ്ങനെ തുടങ്ങിയിട്ട് എന്താണോ നിങ്ങളുടെ വരുമാന മാർഗമെങ്കിൽ അത് മുഴുവനും നശിച്ചിട്ട് കച്ചവടം നശിച്ചു പോകും. നിങ്ങളുടെ കച്ചവടം നശിച്ചു പോകും, തളർന്നു പോകും. അതാ വഉഖിദൂ ബിസ്സിനീൻ, കടുത്ത ക്ഷാമത്തിൽ നിങ്ങൾ അകപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിനളവിലും തൂക്കത്തിലും നമ്മൾ കുറവ് വരുത്തുന്നുണ്ടോ അല്ലേ ഇൻഷാ അല്ലാഹ് പറയാം. വലാ മനഉ സക്കാ, നിർബന്ധ ദാനമായ സക്കാത്ത് ആരാണോ മുടക്കുന്നത്, ഇല്ലാ ഹുബിസ അൻഹുൽ ഖത്റു, അവർക്ക് മഴ വേണ്ട സമയത്ത് പോലും മഴ ബന്ധാക്കി നിർത്തുന്നതാണ്. മഴ പെയ്യാതെ ജലക്ഷാമം കാരണമായി അവർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാരോട് പറഞ്ഞതാ റസൂലുള്ളാഹ്? മദീനക്കാരോട് വന്ന് പറഞ്ഞതാ. ഇതിവിടെ പറയാനുണ്ടായ സാഹചര്യവും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന കൗമിനെ അല്ലാഹു തആല ക്ഷാമം കൊണ്ട് പരീക്ഷിക്കും, പ്രാരാബ്ധങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന ഈ സൂറത്താണ് മദീനത്ത് വന്നിട്ട് ആദ്യം ഇറങ്ങിയ സൂറത്ത്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടായിരുന്നു, ഇങ്ങോട്ട് കൂടുതൽ എടുക്കുകയും വിൽക്കുമ്പോൾ അളവും തൂക്കവും കുറക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഫലമ്മാ നസലത്ത് ഹാദിഹി സൂറ, ലോകത്തിന് നീതി പഠിപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മദീനത്തേക്ക് വന്നു. ഈ സൂറത്ത് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിൽ ഇറങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് അതവർക്ക് വിശദീകരിച്ചു കൊടുത്തതോടുകൂടെ ഇംതഹൗ, അവരാ ഏർപ്പാട് അവസാനിപ്പിച്ചു. ഫഹും ഔഫന്നാസി കൈലൻ ഇലാ യൗമിഹിം ഹാദാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയാൻ, ഇന്നത്തെ ഈ ദിവസം വരെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാൻ, ഇന്ന് ഞാൻ ജീവിക്കുന്ന ഈ ദിവസം വരെ മദീനക്കാര് ആ സത്യസന്ധത ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ടാണ് അവർ അളവും തൂക്കും കൈകാര്യം ചെയ്യുന്നത്. ഏറെക്കുറെ മക്കയും മദീനയും നോക്കിയാൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. പറ്റിക്കൽ പരമാവധി കുറയും, സൽസ്വഭാവവും കൂടും മദീനക്കാർക്ക്. കാരണം മദീനയെക്കുറിച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ, അൽ മദീനത്തു കൽകീർ തംഫി ഖബസഹാ വതൻസഉ തയ്യിബഹാ. മദീന കൊല്ലന്റെ ഒലോക്ക് പോലെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അൽ മദീനത്തു കൽകീർ. എന്താ കൊല്ലന്റെ ഒലോക്കിന്റെ പ്രത്യേകത? കൊല്ലന്റെ അടുപ്പ്. ഈ ഒലോക്കിന്റെ പ്രത്യേകത എന്താ? ഇതിലേക്ക് ഇരുമ്പ് അങ്ങോട്ട് വെച്ചു കൊടുത്താൽ തംഫി ഖബസഹ, അത് തുരുമ്പുകളെ, കീടങ്ങളെ, അശണ്ടകളെ, അഴുക്കുകളെ മുഴുവനും അത് നാടുകടത്തും. തംഫി നഫി, നാടുകടത്തുക, നിഷേധിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നാടുകടത്തുക. മദീന ഏത് ചെയ്യും? അശണ്ടകളെ നാടുകടത്തും. കൂടുതൽ ദുഷിച്ചോൻ അവിടെ നിൽക്കാൻ കൂടൂല. വിശുദ്ധമായതിനെ സ്വന്തമാക്കി വെക്കുകയും ചെയ്യും മദീന. മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അൽ മദീനത്തു കൽകീർ തംഫി ഖബസഹാ വതൻസഉ തയ്യിബഹാ. കാരണം കൊല്ലന്റെ ഒലോക്കിന്റെ ധർമ്മം അതാണ്. ശുദ്ധമായ ഇരുമ്പ് മാത്രം തന്റേതാക്കി വെക്കുകയും ബാക്കിയുള്ളത് ചൂടാക്കി ഒരു കൊട്ടങ്ങ് കൊടുത്താൽ മുഴുവനും കൊഴിഞ്ഞങ്ങ് പോകും. പിന്നെ ശുദ്ധമായ ഇരുമ്പ് മാത്രമേ ബാക്കി നിൽക്കൂ. അതുകൊണ്ടാണ് ഇന്നും കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയുന്ന, മദീനത്ത് ചെന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നൂല. ആർക്ക്? നല്ല മനുഷ്യന്മാർക്ക്. അതേസമയം നല്ല മനുഷ്യന്മാരല്ലാത്തവർക്കോ എന്ത് ഇവിടെ കൂടിയിട്ട് മക്കത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം ഇങ്ങോട്ട് പോരും. എന്താ ഇപ്പം മദീനത്ത് ഇത്ര കിട്ടാനുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹി അതെന്നോ മരിച്ചു മണ്ണായി എന്നും പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോരും. പക്ഷേ നല്ല ജനങ്ങൾ അങ്ങനെയല്ല. അവർക്ക് മദീനത്ത് നിന്നിട്ട് പോരാൻ തോന്നൂല. മദീനത്ത് നിന്നിട്ട് വിടാൻ അവർക്ക് സാധിക്കൂല. അത് മദീനയുടെ പ്രത്യേകതയാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സന്ദേശം അപ്പൊ മദീനക്കാർ ഇന്ന് വരെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഇന്ന് വരെ മദീനക്കാർ നല്ലവരാണ്. എന്നാൽ കാലം കുറെ പഴകുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വരും, സംഭവിക്കാം. പക്ഷേ എന്നാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അനുപാതം നോക്കുമ്പോൾ, ആനുപാതികമായി നോക്കുമ്പോൾ മദീന എന്നും മുന്നിലായിട്ട് കാണാൻ പറ്റും. അത് ഈ ഒരു ബറക്കത്താണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരെ കുറിച്ച് അതാ വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയാണ് സംസാരിച്ചത്. ശക്തമായ ഭാഷയാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. ചെറിയ പ്രയോഗങ്ങളല്ല. അതിലോട്ട് കടന്നു വരുന്നതിന് മുമ്പ്
അല്ലദീന ഇദക്താലു അലന്നാസ്, ജനങ്ങളിൽ നിന്ന് അവരളന്നെടുക്കുമ്പോൾ അവർക്ക് നഷ്ടം വരുത്തുന്ന രൂപത്തിലാണ് അവരളന്നെടുക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്ക് അറബി ഭാഷാ നിയമപ്രകാരം അല്ലദീന ഇദക്താലു മിനന്നാസി യസ്തൗഫൂൻ എന്നാ പറയേണ്ടത്. അങ്ങനെയല്ലാതെ അലന്നാസി യസ്തൗഫൂൻ എന്ന് പറയാൻ കാരണം ആ ജനങ്ങളിൽ നിന്ന് അളന്നെടുക്കുമ്പോൾ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അവർക്ക് നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഇവരുടെ ഏർപ്പാട് എന്നതുകൊണ്ടാണ് ആ നഷ്ടത്തെ സൂചിപ്പിക്കുന്ന പദം തന്നെ അതിനുപയോഗിച്ചത്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. അവനുമായിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് നടത്തി അവൻ്റെത് ഇങ്ങോട്ട് അളന്നെടുക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് എടുക്കും, ഒന്നും കുറവ് വരുത്തൂല. കുറച്ചേറെ എടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ എടുത്തു. അങ്ങോട്ട് കൊടുക്കുമ്പോഴോ ചുരുക്കുകയും ചെയ്യും. വഇദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. അവർക്ക് അളന്നു കൊടുക്കുമ്പോഴും അവർക്ക് തൂക്കി കൊടുക്കുമ്പോഴും യുഖ്സിറൂൻ, അവർ കുറവ് വരുത്തുന്നവരുമാണ്. അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ കുറവ് വരുത്തുന്നവരുമാണ് അവരാണ്. ഇതാണ് മുത്തഫിഫീങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇത് കച്ചവടക്കാർക്ക് മാത്രമല്ലേ ബാധകാകുള്ളൂ എന്ന് ചോദിച്ചേക്കാം. അല്ല, എല്ലാവർക്കും ബാധകാവും. അതാ ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇവിടെ ആകെ 10% ചിലപ്പോൾ കച്ചവടക്കാരുണ്ടാവുള്ളൂ. അവർക്ക് വേണ്ടിയുള്ള ഈ വിഷയം ഞങ്ങളുടെ എല്ലാവരും കൂടെ തലയിൽ വെക്കേണ്ട ആവശ്യം എന്താ? അവരെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് വയല് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കരുത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. കാരണം എന്താ? വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞതിൽ കച്ചവടക്കാർ മാത്രമല്ല പെടുന്നത്, അവരെന്തായാലും പെടുന്നുണ്ട്. കാരണം അവർ നേർക്ക് നേരെ പിടിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മാർക്കറ്റുകളിൽ കയറിയിട്ട് ഓരോ മാർക്കറ്റുകളിലും കയറിയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി വഅദ് പറഞ്ഞിരുന്നു, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുതിട്ടോ, പറ്റിക്കരുതിട്ടോ, വഞ്ചിക്കരുതിട്ടോ. ഓരോ കടയിലും കയറിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ് പറഞ്ഞിരുന്നു. നമുക്ക് ഹദീസിൽ കാണാം. ഇടപെടുന്നു, ആവശ്യമുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നു. ഒരാള് ഗോതമ്പ് വിറ്റുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളുടെ കള്ളത്തരം അള്ളാഹുവിന്റെ ഹബീബിന് മനസ്സിലായി. അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്ന് പറയാം. അള്ളാഹുവിന്റെ ഹബീബിന് മനസ്സിലായി. ഇയാൾ നല്ല ശുദ്ധമായ ഉണങ്ങിയ ഗോതമ്പ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പരത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് കച്ചവടത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. വളരെ റാഹത്താണ്, സന്തോഷമാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ അയാളുടെ ഗോതമ്പ് ചാക്കിലേക്ക് കൈയങ്ങോട്ട് താഴ്ത്തി. എന്നിട്ട് അടിഭാഗത്തുനിന്ന് ഗോതമ്പ് എടുത്തപ്പോ നനഞ്ഞ ഗോതമ്പ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മഹാദ, ഇതെന്താ മോനെ എന്ന് ചോദിച്ചു. ഇതെന്താ പരിപാടി ചോദിച്ചു. മുകളിൽ ഇയാൾ ഉണങ്ങിയതിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചേക്കാം. അപ്പോ തലേന്ന് മഴ പെയ്തപ്പോ നനഞ്ഞു പോയതാണ്. അപ്പൊ ഇത് ഈ കൂട്ടത്തിലാണ് തൂക്കി വിടാൻ വേണ്ടിയിട്ട്, നനഞ്ഞതാർക്കും വേണ്ടി വരില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തതാണ്, അത് താഴെ ഇട്ടിട്ട് മുകളിൽ ഉണങ്ങിയത് വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തൊണ്ടി സഹിതം കൊണ്ട് പിടിച്ചു. ഇതെന്താന്ന് ചോദിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഈ ചതിക്കെതിരെ, വഞ്ചനക്കെതിരെ ശക്തമായി അള്ളാഹുവിന്റെ ഹബീബ് ഉത്ബോധനം നൽകുന്നു ആ സദസ്സില്. കണ്ടോ നിങ്ങൾ? അത് നേർക്ക് നേരെ കച്ചവടക്കാരുടെ തട്ടിപ്പെന്താണ് നേർക്ക് നേരെ പിടിച്ചാണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇത് നല്ലോണം ആലോചിക്കണം. ഈ ത്രാസിൽ കളിക്കുക എന്ന് പറഞ്ഞത്, ത്രാസിൽ മാത്രമല്ല, വിലയേറ്റി പറഞ്ഞാലും ഈ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ സാധനത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, തൂക്കുന്ന സാധനം എന്താന്ന്, അളക്കുന്ന സാധനം എന്താന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ അളക്കുന്ന തൂക്കുന്ന വസ്തു ഏതാന്ന് പറഞ്ഞിട്ടില്ല. ധാന്യം എന്ന് തന്നെ പറഞ്ഞിട്ടില്ല. എന്തു ആവാ, പൈസയിൽ ഏറ്റവും വ്യത്യാസം വന്നാലും അങ്ങനെ തന്നെ. പൈസക്കൊരളവുണ്ടല്ലോ, ഇത്ര തൂക്കത്തിന് ഇത്ര അളവ് പൈസ എന്നുണ്ട്. അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഗതി വിഷയമാണ്. അപ്പൊ കള്ളത്തരം എന്ന് പറഞ്ഞത് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ധാരാളം തട്ടിപ്പിന്റെ മേഖലകൾ ഉണ്ടാവും. അതിപ്പോ പറയാനൊരുങ്ങിയാൽ ത്രാസിൽ ഇന്നൊക്കെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എങ്ങനെയും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പോലും പറ്റാത്ത ത്രാസുകളാണ് പലതും. അതൊക്കെ എത്രയെന്ന് ചോദിച്ചാൽ അത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടിന് പോരുക. ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് പലപ്പോഴും ഉള്ളത്. എത്ര ശ്രദ്ധിച്ചുകൊണ്ടാണ് ഖുർആനിലെ ആയത്ത് എത്ര കൃത്യമായിട്ടാണ് എന്ന് പിന്നീട് പറയാം. എന്നാൽ
സാധാരണക്കാരായ നമുക്കിതിലെന്ത് പങ്ക് എന്ന് ചോദിച്ച നമ്മളെ പങ്കാളിത്തം എന്താണ് എന്ന് ചോദിക്കുന്നവരോടൊരു മറുപടി പറയട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനസ്സിലാക്കിക്കോളൂ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന ഈ ആയത്തോതിയിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പഠിപ്പിച്ചത് കേവലം അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് മാത്രമല്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പണ്ഡിത ലോകം അവർ ഏകോപിച്ച് പറഞ്ഞത് കാണാം, അളവിലും തൂക്കത്തിലും മാത്രമല്ല തത്ഫീഫ് ഉള്ളത്. അതേ സമയം ഈ തത്ഫീഫ് എന്ന് പറയുന്ന ഈ വാക്ക് മുത്തഫിഫീൻ, വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞത് യതനാവലു, അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഏതെല്ലാം മേഖലകളെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്? അതാ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖലകൾ അതാ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. 1, 2, 3 മേഖലകളല്ല, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് മാത്രമല്ല, ഒരുപാട് രംഗങ്ങളിൽ ഇത് കടന്നു വരുന്നുണ്ട്. കാരണം മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അവരുടെ പെരുമാറ്റത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെരുമാറ്റങ്ങളിൽ ഈ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏതു വിഷയങ്ങളിൽ നോക്കിയാലും നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഏതു വിഷയങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിയാലും നമുക്കിത് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ മുഅത്തയിൽ പറയുന്നത് കാണാം, യുഖാലു ലികുല്ലി ശൈഇൻ വഫാഉൻ വതത്ഫീഫ്. എല്ലാ വസ്തുക്കളിലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്നുള്ളത് എല്ലാ വസ്തുക്കളിലും ഉണ്ട്. എല്ലാ സംഗതികളിലും ഏറ്റക്കുറച്ചിലുകൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. പണ്ഡിതന്മാരിൽ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു, അത്തത്ഫീഫ്, തത്ഫീഫ് എന്ന് പറയുന്നത് ഫിൽ കൈലി, അളത്തത്തിലുണ്ട്, വൽ വസ്നി, തൂക്കത്തിലുണ്ട്, വൽ ഉദൂഇ, ഉദൂഇൽ തത്ഫീഫുണ്ട്, വസ്സലാത്തി, നിസ്കാരത്തിൽ തത്ഫീഫുണ്ട്, വൽ ഹദീസി, ഹദീസിൽ തത്ഫീഫുണ്ട്. അവിടെയൊക്കെ തത്ഫീഫ് കടന്നു വരുന്നുണ്ട്. ഉണ്ടോ നിങ്ങൾ? അവിടെയൊക്കെ കടന്നു വരുന്നുണ്ട്. ഈ ഭാഗത്ത് മുഴുവനും നിങ്ങൾ നോക്കിയാൽ അവിടെയൊക്കെ കാണാൻ കഴിയും തത്ഫീഫിന്റെ രൂപങ്ങൾ കടന്നു വരുന്നത്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്ന് പറഞ്ഞത് അവിടെയൊക്കെ കടന്നു വരുന്നുണ്ട്. ഇത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. എന്താ നിസ്കാരത്തിൽ എവിടെയാണ് അളവ് കുറക്കുന്നത്? കേട്ടോളൂ. വുദൂഇൽ അളവ് കുറക്കുന്നത് എവിടെയാണ്? ഞാൻ മുഅ്മിനീങ്ങളോട് പറയട്ടെ, വൈലുൽ ലിൽ മുത്തഫിഫീൻ.